വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനിച്ചമീസ് ആണ്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് ഫിസിക്സ് പഠിക്കാം അല്ലെ. അപ്പൊ എനിവേ നമ്മുടെ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ ഇലക്ട്രിക് കറന്റ് ആൻഡ് ഇറ്റ്സ് എഫക്ട് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ യൂണിറ്റിലെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, മുഴുവനായിട്ട് ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ, ഒന്ന് വായിച്ചു നോക്കിക്കോ. ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം ടു റെപ്രസെന്റ് ദ സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ. താഴെ നിങ്ങൾക്ക് ഒരു സർക്യൂട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ എല്ലാത്തിനെയും കോമ്പോണൻസിന്റെ ആ ഒരു പിക്ചറാണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെ. പക്ഷെ നമ്മൾ ഓൾറെഡി ഈ പറയുന്ന കോമ്പോണൻസിനെ ഒക്കെ നമ്മൾ സിംബൽസ് വെച്ചിട്ട് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു സർക്യൂട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ ചോദ്യം. എങ്കിൽ നമുക്ക് ഈ തന്നിരിക്കുന്ന ഫിഗറിൽ ഏതൊക്കെ കമ്പോണൻസ് ആണുള്ളത്, അതൊക്കെ എങ്ങനെയുള്ള പൊസിഷനിലാണ് എന്ന് നമുക്കൊന്ന് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം അല്ലെ. അപ്പൊ ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു ബൾബ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ബൾബിനെ നമ്മൾ എങ്ങനെയായിരുന്നു സിംബൽ ചെയ്യുന്നത് എന്ന് നമ്മൾ ഓൾറെഡി എല്ലാവരും ഒന്ന് റീകോൾ ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഇതാ നമ്മുടെ സേഫ്റ്റി പിന്നൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു സ്വിച്ച് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്വിച്ചിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, പെട്ടെന്ന് തന്നെ നോക്കുമ്പോൾ തന്നെ അറിയാം, ഇത് സ്വിച്ച് ഓഫ് പൊസിഷൻ ആണ്. ഇനി അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ സെല്ല് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഇതിനെ എല്ലാത്തിനെയും കൂടി കണക്ട് ചെയ്തിട്ട് നമുക്കൊരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം. ഇവിടെ നമ്മൾ വിട്ടുപോയ ഒരു കാര്യമാണ് മക്കളെ, ഓരോ കമ്പോണൻസിനെയും പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു കണ്ടക്ടിങ് വയറും ഇവിടെയുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഒരു സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്യുക? ഇവിടെ ഇതാ നമുക്ക് ബൾബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ബൾബ് നമ്മൾ ലേബൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെല്ലാണ്, നേരെ മറിച്ച് ബാറ്ററി അല്ല. ഇനി അതുപോലെ തന്നെ സ്വിച്ച് എന്ന് പറയുന്നത് ഓഫ് കണ്ടീഷനിലുള്ളതും നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചാലക കമ്പി നമ്മൾ എല്ലാത്തിനെയും കൂടി ജോയിൻ ചെയ്യിപ്പിച്ച് വരച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്നത് പോലെ തന്നെ നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു ഇലക്ട്രിക് സർക്യൂട്ട് നമ്മൾ ഡ്രോ ചെയ്തു. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ് മക്കളെ, മാർക്ക് T if the statement is true and F if the statement is false. First എന്ന് പറഞ്ഞാൽ to make a battery of two cell, the negative terminal of one cell is connected to negative terminal of other cell. ശരിയാണോ തെറ്റാണോ? അതായത് നമുക്കറിയാം, സെല്ലുകളുടെ എണ്ണം കൂടുമ്പോൾ, അതായത് മോർ ദാൻ വൺ സെല്ല് കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അതൊരു ബാറ്ററി ആയിട്ട് പറയുന്നത്. ഇനി ബാറ്ററി എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സെല്ലുകൾ എങ്ങനെ കണക്ട് ചെയ്താലാണ് ബാറ്ററി കിട്ടുന്നത്? ഒരു സെല്ലിന്റെ നെഗറ്റീവും അടുത്ത സെല്ലിന്റെ പോസിറ്റീവും ആയിട്ട് വേണം നമ്മൾ കണക്ട് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ് മക്കളെ, തെറ്റാണ് അല്ലെ. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവ് terminal of one cell is connected to negative terminal of other cell. ഇനി അടുത്തത് എന്തായിരുന്നു, when the electric current through the fuse exceed the certain limit, the fuse wire melt and break. ശരിയാണ് അല്ലെ. ഒരു കണ്ടക്ടിങ് വയറിലൂടെ ധാരാളം അതിന് താങ്ങാൻ പറ്റുന്നതിലധികം എക്സസ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ സ്വാഭാവികമായും ആ ഒരു ഡിവൈസ് വർക്ക് ചെയ്യത്തില്ല, ആ ഒരു ഡിവൈസ് ഫ്യൂസ് ആവും. അപ്പൊ ഇത് ശരിയാണ്. ഇനി അടുത്തത് എന്തായിരുന്നു, ആൻ ഇലക്ട്രോ മാഗ്നറ്റ് ഡസ് നോട്ട് അട്രാക്ട് എ പീസ് ഓഫ് അയൺ. ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രിസിറ്റി കടത്തി വിട്ടിട്ട് നമ്മളൊരു മാഗ്നറ്റിനെ ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പൊ മാഗ്നറ്റ് എന്ന് പറയുന്നത് ഒരു അയൺ പീസിനെ എന്താണെങ്കിലും അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതും തെറ്റാണ്. ഇനി ആൻ ഇലക്ട്രിക് ബെൽ ഹാസ് എ ഇലക്ട്രോ മാഗ്നറ്റ്, അത് ശരിയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിനും നമ്മൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ഫിഗർ ഷോസ് 4 cells fixed on a board. Draw lines to indicate how you will connect the terminal with wire to make a battery of 4 cells. ഓക്കെ, അതായത് ഇവിടെ നിങ്ങൾക്ക് 4 സെല്ല് തന്നിട്ടുണ്ട്. ഈ 4 സെല്ല് ഉപയോഗിച്ച് നമുക്കൊരു ബാറ്ററി ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ബാറ്ററി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നിന്റെ അതായത് ഒരു സെല്ലിന്റെ പോസിറ്റീവും അടുത്ത സെല്ലിന്റെ നെഗറ്റീവും ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നിന്ന് തുടങ്ങിയാൽ ഇതിന്റെ പോസിറ്റീവ്, ഈ ഒരു സെല്ലിന്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് അടുത്ത സെല്ലിന്റെ നെഗറ്റീവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തു. ഇനി ആ സെല്ലിന്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് അടുത്ത സെല്ലിന്റെ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്തു. ഇനി ആ സെല്ലിന്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് അടുത്ത സെല്ലിന്റെ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്തു. ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ, ഒരു ബാറ്ററി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബൾബ് ഇൻ എ സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ ഡസ് നോട്ട് ഗ്ലോ. ക്യാൻ യു ഐഡന്റിഫൈ ദ പ്രോബ്ലം ആൻഡ് മേക്ക് നെസസറി ചേഞ്ച് ഇൻ ദ സർക്യൂട്ട് ടു മേക്ക് എ ബൾബ് ഗ്ലോ. അതായത് താഴെ തന്നിരിക്കുന്ന സർക്യൂട്ട് നോക്കിയിട്ട് ഇവിടെ നമ്മുടെ ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. എങ്കിൽ ഗ്ലോ ചെയ്യാത്തതിന് കാരണം എന്താണ് എന്നും കൂടി നമ്മളൊന്ന് പറയണം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമ്മുടെ സ്വിച്ച് എന്ന് പറയുന്നത് ഓൺ കണ്ടീഷൻ തന്നെയാണ്. ബൾബ് ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 സെൽ കണക്ട് ചെയ്ത് ഒരു ബാറ്ററി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നോട്ട് ചെയ്താൽ അറിയാം മക്കളെ, ഇവിടെ ഒരു സെല്ലിന്റെ പോസിറ്റീവും അടുത്ത സെല്ലിന്റെ പോസിറ്റീവും ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ കണക്ട് ചെയ്താൽ പ്രോപ്പർ ആയിട്ട് ചാർജ് ഫ്ലോ ചെയ്യത്തില്ല. അതിന്റെ ഫലമായിട്ട് ഇലക്ട്രിക് കറന്റ് അതിലൂടെ ഫ്ലോ ചെയ്യത്തില്ല. അപ്പൊ എങ്ങനെ ഇത് കണക്ട് ചെയ്യണം, ഒരു സെല്ലിന്റെ പോസിറ്റീവും ഒരു സെല്ലിന്റെ നെഗറ്റീവും ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതായത് ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ സ്വാഭാവികമായും ഇവിടെ നെഗറ്റീവ് വേണം
വരാനായിട്ട്. ഓക്കെ അല്ലേടാ? അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ചോദ്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കുക, ഈ ചോദ്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക, റീകോൾ ചെയ്ത് വെക്കുക. എക്സാമിന് നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.